Hi all, welcome to SR Contemporary class. We will discuss impedance transfer in a transformer. For transformer, what is the impedance transfer? Because we use transformer equivalent circuit, primary side and secondary side, there will be a lot of components like resistance and reactance. With referred to primary side or with referred to secondary side on the basis change so that's what we will session discuss normal transformer consider transformer voltage V1 voltage apply voltage apply ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ induced EMF E1 എന്ന induced EMF കിട്ടും. Similarly secondary side ലെ induced EMF E2 and the voltage will be V2. Load across side കിട്ടുന്ന voltage നെ V2 എന്ന് പറയുമ്പോൾ ഇവിടെ load ഞാൻ Z എന്ന് എടുക്കുകയാണ്. That will be load will be our Z. So in such cases if we are considering ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് കറണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിലത്തെ കറണ്ട് I1 അതേപോലെ സെക്കൻഡ് സൈഡിലുള്ള കറണ്ട് ഞാൻ I2 എന്ന് എടുക്കുകയാണ്. I1 I2 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ്. സോ ഇവിടെ ഉണ്ടാവുന്ന ഫ്ലക്സ് നമ്മൾ പറയുന്നത് ഫൈ ആണ് ഫ്ലക്സ് അല്ലേ. നമ്മൾ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF ആ ഇൻഡ്യൂസ്ഡ് EMF കാരണം ഒരു ഫ്ലക്സ് ഉണ്ടാവുന്നു. ആ ഫ്ലക്സ് ആയിരിക്കും സെക്കൻഡ് സൈഡിൽ ഇൻഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട നമ്മളൊരു കാര്യം എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്താണെന്നുള്ള അറിഞ്ഞിരിക്കുക. നമ്മുടെ പ്രൈമറി വൈൻഡിങ്ങിൽ നമ്പർ ഓഫ് ടേൺസ് N1 ആൻഡ് secondary winding number of turns N2 ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ we know that N2 by N1 is equal to K. N2 by N1 is equal to K. So please remember നമ്മുടെ ഈ ഇംപെഡൻസ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഇക്വേഷൻസ് അറിഞ്ഞിരിക്കുക. N2 by N1 is equal to V2 by V1 is equal to I1 by I2 that is equal to K. K is called the transformation ratio. അപ്പോൾ ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സർക്യൂട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. ഈ ലോഡിനെ നമ്മൾ Z എന്ന് നമ്മൾ എടുക്കുകയാണ്. സെക്കൻഡ് സൈഡിലായതുകൊണ്ട് Z2 എന്ന് എടുക്കുകയാണ്. സോ വാട്ട് ഹാപ്പൻസ് ഇഫ് യു ആർ കൺവേർട്ടിംഗ് ദാറ്റ് ഇംപീഡൻസ് അല്ലെങ്കിൽ ലോഡിനെ പ്രൈമറി സൈഡിലോട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അതിനെ റിപ്രസെന്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതായിരിക്കും നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദെൻ ഫോളോഡ് ബൈ റെസിസ്റ്റൻസ് ദെൻ റിയാക്ടൻസ്. ഇതായിരിക്കും നമ്മുടെ ഈ ഒരു സെഷന്റെ ഫ്ലോ എന്ന് പറയുന്നത്. ആദ്യം ഐ എം കൺസിഡറിങ് സെയിം തിങ് നേരത്തെ നമ്മൾ കണ്ട അതേ ഒരു ഫിഗർ തന്നെയാണ്. V1 E1 E2 V2 ആൻഡ് ദ ലോഡ് ഇംപിഡൻസ്. സപ്പോസ് ഫോർ എക്സാമ്പിൾ നമുക്ക് ലോഡ് ഇംപിഡൻസ് നമ്മൾ എടുക്കാം. ഇവിടുത്തെ കറണ്ട് എന്ന് ഞാൻ I1 എന്നും ഇവിടുത്തെ കറണ്ട് I2 എന്ന് ഞാൻ കൺസിഡർ ചെയ്യാണ്. ലെറ്റ് ഇറ്റ് ബി ഈ ലോഡിനെ ഞാൻ പ്രൈമറി സൈഡിലോട്ട് കൊണ്ടുവരാണ്. പ്രൈമറി സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ ഇവിടുത്തെ ലോഡ് ഇപ്പം Z1 എന്ന് ഞാൻ റിപ്രസെന്റ് ചെയ്യാണ്. അപ്പം നേരത്തെ ലോഡ് സെക്കൻഡ് സൈഡിലായതുകൊണ്ട് അവിടുത്തെ ഇംപിഡൻസ് Z2 ആയിരുന്നു. അതിനെ ഞാൻ Z1 മാറ്റി. സോ Z2 ആയിരുന്ന സമയത്ത് വാട്ട് ഈസ് Z2? ഇംപിഡൻസ് ഈസ് നത്തിങ് ബട്ട് ഇസ് ദ റേഷ്യോ വോൾട്ടേജ് ബൈ കറന്റ് V2 by I2 എന്ന് റിപ്രസെന്റ് ചെയ്യാം. സോ ഇതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യണം ഇൻ ടേംസ് ഓഫ് V1 and I1. അപ്പം അഗെയിൻ വി ആർ യൂസിങ് ദറ്റ് ഇക്വേഷൻ. നമുക്കറിയാം N2 by N1 is equal to V2 by V1 is equal to I1 by I2 is equal to K. So V2 by V1 is equal to K. So what is V2? V2 is equal to K times V1. This is K times V1. We can represent K times V1. What is I2? I2 I1 by I2 is equal to K. So I2 is equal to I1 by K. So this is I1 by K. So this becomes K square into V1 by I1. That is nothing but K square into Z1. But Z2 is equal to K square times Z1 നമുക്ക് റിപ്രസെന്റ് ചെയ്യാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് Z1? Z1 is nothing but Z2 by K square. അപ്പോൾ ഈ Z1ന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി നമ്മൾ സെക്കൻഡ് സൈഡിലുള്ള ഇംപിഡൻസിനെ പ്രൈമറി സൈഡിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ ഡിവൈഡഡ് ബൈ K സ്ക്വയർ ആണ് നമ്മൾ ചെയ്തത്. So this Z1 can be represented as the reflected impedance. This is known as the reflected impedance എന്ന് നമുക്ക് റിപ്രസെന്റ് ചെയ്യാവുന്നതാണ്. സിമിലർലി നമുക്ക് തിരിച്ച് ചെയ്യാം. പ്രൈമറി സൈഡിലുള്ളതിനെ സെക്കൻഡ് സൈഡിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാം. സോ ഓൺലി തിങ് സെക്കൻഡ് സൈഡിലുള്ള ഇംപിഡൻസ് പ്രൈമറി സൈഡിലോട്ട് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡിവൈഡഡ് ബൈ K സ്ക്വയർ. Then now next thing, what happens if I am converting a resistance?
ഇപ്പോൾ ഞാൻ കൺസിഡർ ചെയ്യുകയാണ് ഒരു റെസിസ്റ്റൻസ് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. പ്രൈമറി സൈഡിലുള്ള റെസിസ്റ്റൻസിന് ആക്ച്വൽ ട്രാൻസ്ഫോർ നമുക്കറിയാം, പ്രൈമറി റെസിസ്റ്റർ കാണും, സെക്കൻഡറി സൈഡിലെ റെസിസ്റ്റൻസ് കാണും. Let it be I1 be the current here it will be I2 will be the current. N2 by N1 is equal to K. ഇതാണ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. ഇവിടെ നമുക്ക് ഫ്ലക്സ് ഉണ്ടാവുകയാണ്. അപ്പോൾ എൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഈ സെക്കൻഡറി സൈഡിൽ കിടക്കുന്ന റെസിസ്റ്റൻസിനെ പ്രൈമറി സൈഡിലോട്ട് കൊണ്ടുപോകുന്നു, അതായത് ഈ ഫിഗറിലുള്ളതുപോലെ. അപ്പോൾ ഇവിടുത്തെ കറണ്ട് I1 തന്നെയാണ്, ഇവിടുത്തെ കറണ്ട് I2 ആണ്. അപ്പോൾ സെക്കൻഡറി സൈഡിലുള്ള റെസിസ്റ്റൻസിനെ പ്രൈമറി സൈഡിൽ കൊണ്ടുവരുമ്പോൾ എന്തോ ഇറ്റ് ബിക്കംസ് R2 ഡാഷ് എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. ദിസ് റെപ്രസെന്റ് ആസ് R2 dash. So what is the value of R2 dash? So consider if it is in the case of ideal transformer, we know that input power is equal to output power, right? Input power and output power equal ആയിരിക്കും. So input power is equal to output power. So resistance ആയതുകൊണ്ട് I square R losses. So in primary side എന്തോ I1 square R1 is equal to I2 square R2 എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. I1 square R1 is equal to I2 square R2. So അങ്ങനെയാണെന്നുണ്ടെങ്കിൽ I1 square by I2 square R1 is equal to R2 നമുക്ക് എഴുതാം. So what is R2? I1 by I2 is nothing but K. So K square times R1. So R2 is equal to K square times R1 നമുക്ക് represent ചെയ്യാം. So that is nothing but our R2 dash also, right? So if it is R2 by K square, ഇപ്പോൾ നമുക്ക് പ്രൈമറി സൈഡിലോട്ട് കൊണ്ടുവരാണ്. So that means R2 dash will be equal to R2 divided by K square. ഇതാണ് ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഡിവൈഡ് മീൻസ് സെക്കൻഡറി സൈഡിലുള്ള റെസിസ്റ്റൻസിനെ പ്രൈമറി സൈഡിലോട്ട് കൊണ്ടുപോകുന്നു. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് R2 by K square നമുക്ക് എഴുതും. So this is nothing but this is the resistance transfer. This is the resistance transfer with refer to primary എന്ന് നമുക്ക് പറയാം. With refer to primary. Primary ആകുമ്പോൾ R2 dash is equal to R2 by K square. Similarly the secondary side R1 നെ secondary സൈഡിലോട്ട് കൊണ്ടുപോവാണ്. So it becomes R1 dash. In such cases, so this will be V1, E1, E2, V2. Previously നമ്മൾ യൂസ് ചെയ്ത പാരാമീറ്റേഴ്സ് തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. The only thing R1 എന്ന് പറയുന്ന പ്രൈമറി ഉള്ള റെസിസ്റ്റൻസിനെ സെക്കൻഡറി സൈഡിലോട്ട് ഞാൻ കൊണ്ടുപോയി. So it becomes R1 dash. So അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ what is the value? So now we have mainly focused on this is V1, E1, E2 and V2. So now I am mainly focused on how we can convert or resistance with referred to secondary, resistance transfer with referred to secondary. So അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും വ്യത്യാസം എന്ന് പറയുന്നത്, only thing നേരത്തെ നമ്മൾ ഡിവൈഡ് ബൈ K square എന്ന് എഴുതിയ പോലെ ഇവിടെ R1 dash will be equal to K square times R1. That's the only difference. K square times R1 നമുക്ക് എഴുതാം. Clear? Now the next one is the reactance. We are considering the reactance. റിയാക്ടൻസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അഗെയിൻ നേരത്തെ പോലെ സെക്കൻഡറി സൈഡിലുള്ള റിയാക്ടൻസിനെ പ്രൈമറി സൈഡിലോട്ട് കൊണ്ടുവരാണ്. പ്രൈമറി സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ വാട്ട് ഈസ് ദ വാല്യൂ? ലെറ്റ് വി കൻ സീ വാട്ട് ഇസ് ദ റിയാക്ടൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ലീക്കേജ് ഫ്ലക്സ് കൊണ്ടുണ്ടാവുന്നതാണ് ഈ റിയാക്ടൻസ്. ദ റിയാക്ടൻസ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദ what we can say the number of turns n square. So if it is x1 by x2, that is equal to n1 by n2, n1 square by n2 square. So that means x1 by x2 can be written as 1 by k square. n2 by n1 is equal to k. So x1 by x2 is equal to 1 by k square. So we can write x1 is equal to x2 by k square. So here also we can write this x2 dash is equal to x2 by k square. ഇങ്ങനെ നമുക്ക് എഴുതാം. So here we can say the reactance with referred to primary. Similarly, the next case, if we are considering the reactance to the secondary, we can say x1 dash is equal to k square times x1. This is how we can change. So നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യം സമ്മറൈസ് ചെയ്യാണ്. Whatever thing we are changing from the primary to secondary, for example, if it is an impedance, then resistance, reactance, then we can say voltage and current. So these are the parameters: voltage, current. So that is impedance, resistance, reactance, voltage and current. So if we are considering or if we are changing the impedance, resistance and reactance from primary to secondary, just multiply by k square. Primary to secondary ആണെങ്കിൽ ഈ പാരാമീറ്റർ സെക്കൻഡറിലോട്ട് കൊണ്ടുപോയാൽ multiply by k
കെ സ്ക്വയർ വോൾട്ടേജ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മൾട്ടിപ്ലൈ ബൈ കെ ആൻഡ് കറണ്ട് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡിവൈഡ് ബൈ കെ. സോ പ്ലീസ് ഇത്രയും പറഞ്ഞതിൻ്റെ സമ്മറൈസ് ആണ് ഈ കാര്യം. പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിലോട്ട് ഏതൊരു പാരാമീറ്റർ നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇംപിഡൻസ്, റെസിസ്റ്റൻസ്, റിയാക്ടൻസ് എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ബൈ കെ സ്ക്വയർ, വോൾട്ടേജ് മൾട്ടിപ്ലൈ ബൈ കെ, കറണ്ട് ഡിവൈഡ് ബൈ കെ നമുക്ക് എഴുതാം. സെയിം തിങ് ഇഫ് ഇറ്റ് ഇസ് സെക്കൻഡറി ടു പ്രൈമറി, സെക്കൻഡറി ടു പ്രൈമറിയിലും ഇതേപോലെ നമ്മൾ നോക്കാം. ഇംപിഡൻസ്, റെസിസ്റ്റൻസ്, റിയാക്ടൻസ്, വോൾട്ടേജ്, കറണ്ട്. ഈ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡറി നിന്ന് പ്രൈമറിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിംപ്ലി വി ക്യാൻ റൈറ്റ് റെസിസ്റ്റൻസ്, റിയാക്ടൻസ്, ഇംപിഡൻസ് എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ കെ സ്ക്വയർ, വോൾട്ടേജ് ആണെന്നുണ്ടെങ്കിൽ ഡിവൈഡ് ബൈ കെ ആൻഡ് കറണ്ട് ആണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ബൈ കെ. സോ ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഈസിലി ട്രാൻസ്ഫർ ദ സെക്കൻഡറി പാരാമീറ്റേഴ്സ് ഇൻ ടു ദ പ്രൈമറി പാരാമീറ്റേഴ്സ് ആസ് വെൽ ആസ് ദ പ്രൈമറി ടു സെക്കൻഡറി പാരാമീറ്റേഴ്സ്. സോ ഇങ്ങനെ ഈ ഇംപെഡൻസ് ട്രാൻസ്ഫർ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി ടു ഡ്രോ ദ ഈക്വലന്റ് സർക്യൂട്ട് ഓഫ് എ ട്രാൻസ്ഫോമർ വിത്ത് റെഫർ ടു പ്രൈമറി ഓർ വിത്ത് റെഫർ ടു സെക്കൻഡറി. സോ ഐ ഹോപ്പ് ഈ ഒരു വീഡിയോ, ഈ ഒരു സെഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരു ട്രാൻസ്ഫോമറിൽ എങ്ങനെയാണ് ഇംപിഡൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, റെസിസ്റ്റൻസ് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണം, റിയാക്ടൻസ് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണം, ഇംപിഡൻസ് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളത് ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനിടയ്ക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.